ഹായ് ഹലോ വെൽക്കം ടു സാലി റബേക്ക ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമുക്കൊരു അയിലക്കറി വെച്ചാലോ? വേണ്ട, അയില ഞാൻ കട്ട് ചെയ്തു, ഞാനാണ് ക്ലീൻ ചെയ്തത് കേട്ടോ. ഇനി ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഞാൻ വരാം. ഓക്കെ, നമുക്ക് നല്ല കുടംപുളി ഇട്ട് അയിലക്കറി. ഓക്കെ, ഹലോ. അങ്ങനെ മീൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു, നല്ലവണ്ണം കട്ട് ചെയ്ത് ഞാൻ പിന്നെ വെച്ച് പുളിവെള്ളത്തിൽ ഒഴിച്ച് വെക്കും. എനിക്ക് അങ്ങനെ ഒരു കുടംപുളിയുടെ വെള്ളത്തിൽ ഒഴിച്ച് വെക്കും. ഈ പരുവത്തിൽ കട്ട് ചെയ്തു. ഒരു മീൻ മൂന്നായിട്ടാകത്ത് ചെയ്ത് തല ഉൾപ്പെടെ 4 കേട്ടോ. അതുകൊണ്ടോ നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചേക്കുവാണ്. നമ്മൾ ചട്ടി അടപ്പത്തോട്ട് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു കുഞ്ഞു സവാളയും കൂടെ ഞാൻ കുനുകുനാ കട്ട് ചെയ്തു കേട്ടോ. കുനുകുനാ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടിയിലോട്ട്. കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തു, ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. പിന്നെ ഞാനൊരു 2 പച്ചമുളക് ഇതേപോലെ നടുക കീറി വെച്ചിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി, കുഞ്ഞൊരു ശകലൊരു സവാളയുടെ പകുതി ശരിയുള്ളേ. അപ്പോൾ എണ്ണ ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മളതിനകത്ത് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാൻ പോകുകയാണ്. എല്ലാം അടുത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. കടുക് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർക്കുന്നത്. അടിപൊളി കുടംപുളി കറിയാണ്, നല്ല കുടംപുളിയൊക്കെ കറിയാണ്. വേറെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വറ്റിച്ചെടുക്കുവാണ്. അതിൻ്റെ ചാറായിട്ടൊന്നും എടുക്കുന്നില്ല, ഞങ്ങൾ നല്ലോണം വറ്റിച്ചെടുക്കുകയാണ്. ഞാൻ കുടംപുളി നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, കുടംപുളി നേരത്തെ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചു. ഞാൻ ഈ വെള്ളമാണ് അതിനകത്ത് മീനകത്ത് എടുക്കുന്നത്. എനിക്കത് ഭയങ്കര ഈ കുടംപുളിയുടെ വെള്ളം ഞാനിങ്ങനെ മീനകത്ത് കുറച്ച് ഒഴിച്ച് വെക്കും. എനിക്ക് ഭയങ്കര ഇതായില്ല, അതിൻ്റെ ഒരു ഉളുമ്പ് വരത്തില്ലേ, അതുകൊണ്ട്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പൊട്ടിക്കഴിഞ്ഞു, കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇഞ്ചി വെളുത്തുള്ളി അല്ല, കടുക് പൊട്ടിക്കഴിഞ്ഞു. സുഹൃത്തുക്കളെ, കടുക് പൊട്ടി. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തത്. ഞാൻ ഇത്ര അരിഞ്ഞെന്ന് വെച്ചിട്ട് ഇത്ര ഇടേണ്ട കാര്യമില്ല. നമ്മൾ ആവശ്യത്തിനുള്ളത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. നാട്ടിൽ വെളിച്ചെണ്ണയല്ല, കുക്കിംഗ് ഇല്ല, അല്ലാത്ത ഇല്ല കേട്ടോ. നമുക്കിവിടെ വെളിച്ചെണ്ണയില്ല. വെളിച്ചെണ്ണ കൊണ്ട് ഭയങ്കര വിലയപ്പം, നമ്മളാരും അത് മേടിക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വെളിച്ചെണ്ണ കിട്ടും. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു മണം പിടിക്കത്തില്ല. പാരച്ചൂട്ടിൻ്റെയൊക്കെ നല്ല വെളിച്ചെണ്ണ ഉണ്ട്, കോക്കനാട്ടിൻ്റെയൊക്കെ നല്ല വെളിച്ചെണ്ണ ഉണ്ട്. പക്ഷെ ഇവിടെ ആർക്കും അതങ്ങോട്ട് പിടിക്കത്തില്ല. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചേ. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുക, കാണാൻ പറ്റത്തില്ല. ഓക്കെ, എണ്ണ ഇപ്പോഴത്താണ് ഇത്രയും കിടക്കുന്നതെന്ന് വിചാരിക്കുന്നത്. ഒരു മീനല്ല, വലിയ മീനാണ് ഇത്. എത്ര നമ്മൾ എണ്ണ ഒഴിച്ചാലും ഒരു ഒന്നുമില്ല. എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലുള്ള എണ്ണയ്ക്ക് ഗുണമൊന്നുമില്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പിന്നെ ചെറുതായിട്ട് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഒന്ന് മൂക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അത് മൂത്തിട്ട് പൊടി ഇടുമ്പോൾ കാണാം. തീരെ കുറച്ചിട്ടു. ഞാനിത് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടതേ ഉള്ളൂ, ഉപ്പിട്ട് കൊടുത്തു. അപ്പം ഞാൻ ഈ സ്പൂണിന് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇതിൻ്റെ കളറുണ്ടെന്നേ ഉള്ളൂ, എരിവില്ല. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് അവരവരുടെ ആവശ്യത്തിനുള്ള എരിവുകൾ ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ ഞങ്ങൾക്കുള്ള ആവശ്യത്തിനാണ് ഞാനിപ്പോൾ അത് ഇട്ടത്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. കുറച്ച് മതി കേട്ടോ മഞ്ഞൾപ്പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഉലുവപ്പൊടി ഞാൻ നേരത്തെ ഇട്ടായിരുന്നു ഇതിനകത്തോട്ട്, പച്ചച്ചവ മാത്രമേ മേടിച്ചിട്ട്. അപ്പം നമുക്ക് കുറച്ച് ഏറ്റവും കുറവിലാദ്യം വെച്ചേക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല മൂത്ത് കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പച്ചച്ചവയൊന്ന് മാറി പുളിവെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പം ഈ ചെറിയ ചട്ടിയിൽ എന്താ വെക്കുന്നതിനുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇപ്പം ചെറിയ ചട്ടിയിൽ എന്താ വെക്കുന്നതെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ആൻസറൊക്കെ ആയിട്ട് ഞാൻ വരാം. വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് ചട്ടി അടപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കണ്ടോ ഇത് കറി നല്ലപോലെ തിളയ്ക്കുന്നു. അതിനകത്തോട്ട് നമുക്ക് മീൻ 1 by 1 ആയിട്ട് നമുക്ക് അങ്ങോട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ മീൻ ഇട്ട് കൊടുത്ത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ. നമുക്ക് തിളച്ച് വരുന്ന തീ ഒന്ന് കുറയ്ക്കാം.
ഫ്ലെയിം ഒന്ന് കുറയ്ക്കുവാണ്. ഓക്കെ, ഇനി മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മൾ കഴുകി വെക്കാം. കഴുകി മീൻ കഴുകിയതല്ലേ, അപ്പോൾ അതിനെ ഒന്ന് ശരിയാക്കി വരും. ഹായ് ഹലോ, അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ അങ്ങനെ റെഡിയായി. ഇതാണ്ട് കണ്ടോ, എണ്ണയൊക്കെ വറ്റി ഇരിക്കുന്ന കാണാം. എന്നിട്ട് ഞാൻ കാണിക്കാം. ഒരു മിനിറ്റ് കൂടെ കാണിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് കണ്ടോ കൂട്ടുകാരെ, എല്ലാ പ്രേക്ഷകരും നോക്കുക. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് എനിക്ക് ഇങ്ങനെയും കാണിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഇത്, എടുത്തു വെച്ച് കാണിക്കാനുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞുണ്ട്. നമ്മുടെ കറി സൂപ്പർ കറിയായി. അങ്ങനെ നമുക്ക് നമ്മുടെ ഞാൻ വിളമ്പി വെച്ചിരിക്കുന്ന ചോറിലോട്ട് നമുക്ക് ഒഴിക്കാം. ഓക്കെ, സാമ്പാറുണ്ട്. ഞാനൊരു തല കൂട്ടി എടുക്കുവാണ്. ഈ പൊടിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. കണ്ടോ കണ്ടോ കണ്ടോ, ഞാൻ തലയും എടുത്തു. ഒരു മീനും കൂടെ എടുക്കുവാണ്. വാൽഭാഗം മതി എനിക്കതാണ് ഇഷ്ടം. ചിലവർക്ക് പലതും ആയിരിക്കും, എനിക്ക് വാൽഭാഗം ഇഷ്ടം. അപ്പോൾ കുറച്ച് ചാറ് ഇതിനകത്ത് ഒഴിച്ച് ഞാനങ്ങനെ കഴിക്കാൻ പോകുകയാണ് കൂട്ടുകാരെ. കണ്ടോ, അതായത് മെഴുക്കുവരട്ടി, നമ്മുടെ ഉപ്പേരി, വഴുതനങ്ങ ഉപ്പേരി, മീൻകറി, മീൻ്റെ തലയുണ്ട് കേട്ടോ, എൻ്റെ തല, സാമ്പാർ, നല്ല ചൂട് ചോറ്. കണ്ടോ, ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക, ഇങ്ങോട്ട് എല്ലാത്തേന്നും ഇച്ചിരി എടുത്ത് കഴിക്കുക. ഓക്കെ, സൂപ്പറാണ്. വേണ്ട, അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ, ടാറ്റ, ബൈ ബൈ.